ഹലോ ഓൾ. അപ്പോൾ നമ്മളെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. കുറേ പേര് മിക്സഡ് ഇമോഷനിലാണ്, ചിലർ ദുഃഖത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഷുവർ ഷോട്ട് 60 2023 2023 ബാച്ച് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എന്താണ് ആസിഫ് ഡോക്ടർ കൂടെ ഉണ്ട്. ആസിഫ് ഡോക്ടർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് ഷുവർ ഷോട്ട് 60. റിസൾട്ട് വന്നതിന് ശേഷം കൂടുതലായിട്ട് കേട്ടൊരു പേരാണ് ഷുവർ ഷോട്ട് 60 എന്നുള്ളത്. 60 വിദ്യാർത്ഥികൾ, 60-ൽ ഒരാളാവാൻ വേണ്ടിയിട്ട്. അതായത് നീറ്റ് റിസൾട്ട് വന്ന് കേരളത്തിൽ നടത്താൻ പോകുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പ് എക്സാമാണ്. അതെ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് എക്സാമാണ്. ബൈ നെയിം നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് എക്സാമാണ്. മോർ ദാൻ ദാറ്റ് നമ്മളൊരു ബാച്ചിനെ സ്ക്രീൻ ചെയ്ത് എടുക്കുകയാണ്. ഓൾ ഓവർ കേരള നമ്മൾ 60 ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സ്ക്രീൻ ചെയ്തെടുക്കുകയാണ്. എന്തിനാണ് ചെയ്തെടുക്കുന്നത്? അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് ആണ്. ആക്ച്വലി ആ ഫ്രീ ആയിട്ടുള്ള കോച്ചിങ്ങിന് വേണ്ടിയല്ല ഇവരൊക്കെ എക്സാം എഴുതുന്നത്. എക്സാം എഴുതുന്നത് ഈ 60 പേരുള്ള ഈ സൂപ്പർ ബാച്ചിലേക്കുള്ള സെലക്ഷന് വേണ്ടിയിട്ടാണ്. ഡെഫിനറ്റ്ലി അത് ഫ്രീ ആണ്. അത് നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് നിങ്ങളുടെ ടാലൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ മോർ ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ബാച്ചിലേക്ക് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ്. ഈ ബാച്ചിൽ ഉൾപ്പെട്ടുകൊണ്ട് എന്ത് കിട്ടും കുട്ടികൾക്ക്? എന്ത് കിട്ടും? ഡോപ്പയുടെ കംപ്ലീറ്റ് 100% സർവീസ്, നമ്മളുടെ നൂതനമായിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അക്കാഡമിക് സിസ്റ്റം, ഡോപ്പയുടെ മെൻറ്റർഷിപ്പ്, ഡോപ്പയുടെ ബുക്ക് മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ നീറ്റ് റിസൾട്ട് വരുമ്പോൾ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് ഡോപ്പ വന്നു. ഡോപ്പ ഇത് ഒരു പത്രത്തിലൂടെ ടി വിയിലൂടെ ആഡായിട്ട് ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഒരിക്കലും നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടല്ല ഡോപ്പ അവിടെ സെലക്ട് ചെയ്യുന്നത്. ക്വാളിറ്റി ഉള്ള അക്കാഡമിക്സ് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇത്ര കുറഞ്ഞ ഒരു പോപ്പുലേഷൻ, വെറും ഒരു 2 ബാച്ചിൽ നിന്ന് ഇത്ര അധികം റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ ഓൺലൈൻ ബാച്ചിൽ നിന്ന് ഇത്ര എന്താ പറയുക നല്ല ക്രീം ആയിട്ടുള്ള റിസൾട്ട്, നമ്മൾ ഒരിക്കലും അഡ്മിഷൻ അവിടെ മാർക്ക് വൈസ് ആയിട്ട് ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു ബാച്ചിന് ഇത്ര നന്നായിട്ട് റിസൾട്ട് ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പയുടെ യുണീക്ക് ആയിട്ടുള്ള ടെക്നോളജിയാണ് അവിടെ കൊണ്ടുവരുന്നത് ഈ ഷുവർ ഷോട്ട് 60-ലൂടെ. അതിൽ ഈ പെർട്ടിക്കുലർ ബാച്ചിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല കെയർ, സൂപ്പർ മെൻറ്റർ ആയിട്ടുള്ള ആളുകളെയൊക്കെ അസൈൻ ചെയ്തുകൊണ്ട് ഒരു വർഷം അവരെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ബാച്ചിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ബാച്ചിലേക്കുള്ള സ്കോളർഷിപ്പ് എക്സാം, ഈ ബാച്ചിലേക്കുള്ള, ഞാൻ ഒരിക്കലും ഇതിനെ സ്കോളർഷിപ്പ് എക്സാം എന്ന് വിളിക്കില്ല, ഈ ബാച്ചിലേക്കുള്ള എൻട്രി ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ എന്നാണ് നടത്താൻ പോകുന്നത്? ഇപ്പോൾ വരുന്ന സെപ്റ്റംബർ 11 അപ്പോൾ നിങ്ങളിപ്പോൾ എക്സാം റിസൾട്ട് വന്നിട്ട് പിന്നെ ദുഃഖത്തിലുള്ള കുട്ടികളുണ്ടാവാം, കുറേ വിഷമത്തിലുള്ള ആൾക്കാരുണ്ടാവാം. ഇവർക്കൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു 2 ദിവസം നമ്മൾ എക്സ്ട്രാ തരികയാണ്. സെപ്റ്റംബർ 11 രാവിലെ മുതൽ ഈവനിങ് നൈറ്റ് വരെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ വീട്ടിലെ പ്രിമൈസിൽ നിന്നിട്ട് തന്നെ ഭയങ്കര സമാധാനത്തോട് കൂടി തന്നെ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സോ സെപ്റ്റംബർ 11 എക്സാം. ആരൊക്കെയാണ് ഈ എക്സാം എഴുതാൻ പറ്റുക? എക്സാം എഴുതാൻ പറ്റുന്ന ആൾക്കാർ, ഓക്കെ, 2023 നീറ്റ് അറ്റൻഡ് ചെയ്താൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഇപ്പോൾ +2 പഠിച്ച് കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്, മറ്റു കോഴ്സിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇവർക്കൊക്കെ ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. സോ പെർട്ടിക്കുലർലി ഈ ഒരു 7th റിസൾട്ട് വന്ന് അല്പം ഡെപ്സിലിരിക്കുന്ന, അല്ലെങ്കിൽ മിക്സഡ് ഇമോഷനിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ പല കാരണം കൊണ്ട് അവരെ ഫുൾ എഫേർട്ട് പുറത്തെടുത്ത് എഴുതാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പെർട്ടിക്കുലർ ബാച്ച്. മാത്രമല്ല പ്ലസ് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വെരി എക്സലൻ്റ്ലി സ്റ്റഡിങ്, ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്രാക്ക് ചെയ്യണം എന്നുള്ള താല്പര്യമുള്ള സ്റ്റുഡൻസ് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ +1 റിസൾട്ട് വന്നപ്പോൾ കണ്ട് 520 സയൻസ് മാർക്കിൽ 520 വാങ്ങിച്ച ഒരുപാട് പേര് കുട്ടികൾ ടോപ്പിലുണ്ട്. 519 ഉണ്ട്, 518 ഉണ്ട്, 517 ഉണ്ട്. ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അക്കാഡമിക് കാര്യങ്ങൾ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ക്ലിയർ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ കൂടെ ഉൾക്കൊള്ളിക്കാനുള്ള ബാച്ചാണിത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയാം, സെപ്റ്റംബർ 11 ഫുൾ ഡേ ആയിട്ട് എക്സാം നമുക്ക് അവൈലബിൾ ആകും. സൺഡേ ആണ്, ഓണം വെക്കേഷനിലാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആർക്കൊക്കെയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക? ആർക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക? +1 സ്റ്റുഡൻസ് അല്ല, +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്. ഈ നീറ്റിൽ നമ്മൾ സ്കോർ ചെയ്തു, ബട്ട് നമ്മൾ അപ് ടു നമ്മൾ എക്സ്പെക്റ്റേഷനിൽ എത്തിയിട്ടില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യുക, അവരവിടെ റെസിഡൻഷ്യൽ ഇരുന്ന് പഠിക്കുകയല്ല, എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ ബാക്കിയൊന്ന് പോളിഷ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുത്താൽ മതി എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്കോറിലേക്ക് നെക്സ്റ്റ് ഇയറിൽ എത്തണമെങ്കിൽ നിങ്ങളെ വൺ ഓഫ് ദ ചോയ്സ് ആണ് ഷുവർ ഷോട്ട് 60 എന്നുള്ളത്, അല്ലേ? ആൻഡ് ഓൾസോ ഡോപ്പ. ഓക്കെ, ഡോപ്പയുടെ നമ്മുടെ ഓൺലൈൻ ബാച്ചും ബാക്കി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. ഇപ്പോൾ അഡ്മിഷൻ എടുത്ത ആളുകളും അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആളുകളും, നിങ്ങൾ എന്താ പറയുക, റിസൾട്ട് വന്ന് ഡെസ്പായിരിക്കുന്ന ഫുൾ ടീംസും ഈ എക്സാം മസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നമുക്ക് അതിൽ എന്താ പറയാനുള്ളത്? അതിൽ സിലബസ് പറഞ്ഞിട്ടില്ല. സിലബസ് +1 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സ്വല്പം മാത്സും സ്വല്പം മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന് നിങ്ങൾ വേറെ എവിടെയും പോയി പഠിക്കണ്ട. മാത്സും നിങ്ങൾ ഈ മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേറെ എവിടെയും സോൾവ് ചെയ്ത് പഠിക്കേണ്ട. നിങ്ങൾ ഉള്ളിലുള്ള കണ്ടന്റ് ആക്ച്വലി പുറത്ത് വന്നാൽ മതി. നിങ്ങൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ.
ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ +1 പഠിച്ചിരിക്കുന്നത് ചിലപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, വെരി റീസെൻ്റ്ലി എക്സാം എഴുതിയതാണ് അല്ലേ, വെരി റീസെൻ്റ്ലി എക്സാം എഴുതിയതാണ്. നിങ്ങൾ ആ കണ്ടന്റ് കൊണ്ട് വന്നാൽ മതി, ജസ്റ്റ് കുറച്ച് MCQ ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക.